വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് കേട്ടവരാ നമ്മൾ. വിവേകാനന്ദന്റെ കുട്ടിക്കാലം സമ്പന്നമായിരുന്നു. 13 വയസ്സ് 15 വയസ്സ് വരെ അമ്മ ചൊല്ലിക്കൊടുത്ത നാമവും കേട്ട് വളർന്ന കുഞ്ഞ്. ധ്യാനവും ജപവും പൂജയും തുടങ്ങി എന്താണോ ഒരു പാരമ്പര്യ ഹൈന്ദവ ഗൃഹത്തിൽ ഉണ്ടാകേണ്ടത് അത് മുഴുവൻ അനുഭവിച്ച സമ്പന്നമായ ബാല്യകാലം. 15 വയസ്സ് കഴിഞ്ഞ് ഒരു 2-3 വർഷക്കാലം ബ്രഹ്മസമാജത്തിൽ പ്രവർത്തിച്ചു. അപ്പോഴാണ് ഈശ്വരനുണ്ടോ എന്നൊക്കെ തിരക്കുകയും വിഗ്രഹാരാധനയെ കുറ്റം പറയുകയും ചെയ്തത്. വിവേകാനന്ദൻ വിഗ്രഹാരാധനയെ കുറ്റം പറഞ്ഞു എന്ന് പർവ്വതീകരിക്കുമ്പോൾ ആ കാലത്ത് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആശയങ്ങൾ ഏതൊരു വ്യക്തിയെയും സ്വാധീനിക്കുന്നത് പോലെ ഇദ്ദേഹത്തെയും സ്വാധീനിച്ചു. നമ്മൾ ആരോട് ചേർന്നിരിക്കുന്നുവോ അവരുടെ ആശയങ്ങൾ നമ്മളെ സ്വാധീനിക്കും. കുട്ടിക്കാലത്ത് പ്രത്യേകിച്ചും കുട്ടികൾ വിചാരശീലരല്ല, അന്യർ ഓതുന്ന വാക്കുകൾ അതുപോലെ അനുകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വിവേകാനന്ദൻ കണ്ടവരോടൊക്കെ ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ ചൊല്ലിക്കൊടുത്ത സമ്പന്നമായ ബാല്യകാലം ഉള്ളതുകൊണ്ട് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ അന്വേഷിച്ച് നടന്ന ഈശ്വരനെ തേടി നടന്നപ്പോൾ ചെന്നെത്തിയ ആ പരമഹംസ പദവിയിലെത്തിയ ശ്രീരാമകൃഷ്ണന്റെ ഒരൊറ്റ വാക്ക് ഉള്ളിലുള്ള ആ പഴയ സംസ്കാരത്തെ അങ്ങ് പ്രോജ്വലിപ്പിക്കുകയാണ്. ചാരം മൂടിക്കിടന്ന അഗ്നി വീണ്ടും ജ്വലിക്കുകയാണ്. അവിടെ നിന്ന് വിവേകാനന്ദൻ മാറുകയാണ്. കുറച്ചു കാലം കുട്ടികൾ വഴിതെറ്റിപ്പോയി എന്നുണ്ടെങ്കിലും തിരിച്ചു വരാൻ ഒരു അവസരമുണ്ട്. എപ്പോഴാണെന്നറിയോ? സമ്പന്നമായ കുട്ടിക്കാലം കുട്ടികൾക്ക് കൊടുക്കുക. ഇത് കൊടുക്കാൻ ഒരു അമ്മയും അച്ഛനും ഒരു 15 വയസ്സ് ഒരു 16 വയസ്സ് വരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇന്ന് നമുക്കുള്ളൂ. ഇനിയും ചെയ്തില്ലെങ്കിൽ ഈ ഭിക്ഷുവിന് സംഭവിച്ച ഈ പ്രശ്നം, കച്ചവടം ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ചില വിപരീത അനുഭവങ്ങൾ ഉണ്ടായാൽ, പണം കുറച്ചില്ലാതായാൽ, ആരെങ്കിലും നമ്മളെ പറ്റിച്ചാൽ ഉടനെ തന്നെ ആത്മഹത്യയിലേക്കും നിരാശയിലേക്കും പോകുന്നതിന് പകരം പ്രശ്നത്തിന്റെ മൂലകാരണത്തെ കണ്ടെത്തി സ്വയം തിരുത്തി ഉത്തമമായൊരു മാർഗത്തെ തേടുവാനുള്ള ഒരു കഴിവ് ഈ ഭിക്ഷുവിന് കിട്ടിയത് ഈ കുട്ടിക്കാലമാണ്.